ഹലോ ഗൈസ്, ഇന്നപ്പോൾ ഒരു സാറ്റർഡേ ആണ്. അപ്പോൾ ഞാൻ ഇന്ന് കരുതിയ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുത്താലോ. ഇതെൻ്റെ ലാസ്റ്റ് ഡേ ആണ്, കാരണം നാളെ കൂടെ കഴിഞ്ഞ് ഞാൻ ഹോസ്റ്റലിലോട്ട് പൊടിന്തട്ടി പോകും. അപ്പോൾ അതിന് മുന്നേ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കാമെന്ന് വെച്ചു. രാവിലെ എണ്ണീറ്റ് സിറ്റ് ഔട്ടിലോട്ട് വന്നപ്പോൾ തന്നെ നല്ല മണമായിരുന്നു ചന്ദനത്തിരിയുടെയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കർപ്പൂരത്തിൻ്റെയൊക്കെ കത്തുന്ന മണമൊക്കെ. പിന്നെ ഞാൻ പോയി പല്ലൊക്കെ തേച്ചു. തോട്ടിൻ്റെ വക്കത്ത് വന്ന് നിന്നപ്പോൾ എനിക്ക് വെള്ളം കൂടിയിട്ടുണ്ട്, കാരണം കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് ഇപ്പോൾ മഴയൊക്കെ പെയ്യുന്നുണ്ട്. രാത്രിയിലാണ് ഇപ്പോൾ മഴയൊക്കെ, അതുകൊണ്ട് നല്ലതാണ് ഇച്ചിരി വെള്ളമൊക്കെ പൊങ്ങിയായിരുന്നു. രാവിലെ പിന്നെ മുറ്റത്തിറങ്ങി എനിക്ക് ആദ്യം ഇവരുടെ അടുത്തോട്ട് ഓടി വരണം. എനിക്കിവരെ ഒന്ന് കളിപ്പിച്ചില്ലെങ്കിൽ ഒരു മനസമാധാനക്കേട്. ഇത് നമ്മുടെ മുല്ലയാണ്. ഇത് മുല്ല എന്ന് പറഞ്ഞാൽ സാധാ മുല്ലയല്ല, എന്തോ ഒരു പേര് പറയുമായിരുന്നു, മറന്നുപോയി. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ മേളിൽ പാമ്പ് കയറിയിരുന്നത് ഞാനത് നോക്കുവാണ്, ഇന്നോട് ഇരിപ്പുണ്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ്, ഈ തോടൊക്കെ അടുത്ത് കിടക്കുന്നതുകൊണ്ടേ. ഈ കാണുന്ന ചെടിയാണ് ഇന്നത്തെ താരം. ഇത് നിശാഗന്ധി എന്നും പറയും, അതേപോലെ ബ്രഹ്മകമലം എന്നും പറയും. ഇത് രാത്രിയിലാണ് വിരിയുന്നത്. പിന്നെ പല്ലൊക്കെ തേച്ചിട്ടിരിക്കുവാണെങ്കിൽ അമ്മ പരങ്കഞ്ഞി ഉണ്ടെങ്കിൽ പരങ്കഞ്ഞി തരും. എല്ലാ ദിവസവും ഒന്നും കാണത്തില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഇരുന്നപ്പോഴാണ് തണ്ട് ഈ അണ്ണാരക്കണ്ണൻ ഇതേപോലെ വന്ന് ചോറുണ്ട് കേട്ടോ. എന്നും വരും കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ കിളികളും കുരുവികളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, എന്നും വരും, ഒരുപാടെണ്ണം ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം ഇരുന്ന് പഠിച്ചു കേട്ടോ. എക്സാമൊക്കെയാണ് എനിക്ക്, അപ്പോൾ എനിക്കാണെങ്കിൽ ഇതൊട്ട് മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഞാൻ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വെച്ചാൽ പിന്നെ താളിയൊക്കെ തേച്ചൊന്ന് പോയി കുളിക്കാമെന്ന് കരുതി. എനിക്ക് പൊതുവേ ഷാമ്പൂവിനെക്കാട്ടിലും എൻ്റെ മുടി ഭയങ്കര തിന്നായത് കാരണം എനിക്ക് താളി ഇടുന്നതാണ് ഒത്തിരി ഇഷ്ടം. വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇടുമായിരുന്നു, ഷാമ്പു യൂസ് ചെയ്യാറേ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഹോസ്റ്റലിൽ പോയപ്പോൾ ഷാമ്പു ആയപ്പോൾ മുടിയൊക്കെ അങ്ങോട്ട് കൊയ്യാൻ തുടങ്ങി. കുളിച്ചിട്ട് വന്നിട്ട് ഇതേപോലെ വീട്ടിൽ അച്ഛൻ കൊണ്ടുവന്ന ഡോവിരിപ്പുണ്ടായിരുന്നു, ഞാനതെടുത്തിട്ട് ഞാൻ ഹോസ്റ്റലാണെങ്കിൽ ഇതൊന്നും അല്ല കേട്ടോ ഇടുന്നത്. എൻ്റെ കുറച്ച് ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഒക്കെ അവിടെ ഇരിപ്പുണ്ട്, പക്ഷേ അതൊന്നും ഞാൻ എടുത്തിട്ട് വന്നില്ല, കാരണം വയ്യാതെ വന്നതാണല്ലോ. അത് കാരണം ഒന്നും കൊണ്ടുവരാത്ത കാരണം അവിടെ ഇരുന്ന ഒരു ക്രീമൊക്കെ എടുത്ത് ഇട്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി അമ്മ വിളിച്ചിട്ട് അതുപോലെ പൂരിയും അതേപോലെ കിഴങ്ങ് കറിയും ഉണ്ടായിരുന്നു, പിന്നെ പാലും ഉണ്ടായിരുന്നു. പൂരിയൊക്കെ പിന്നെ ഈ ചെറിയ സൈസിൽ ഉണ്ടാക്കുന്ന കാരണം 3 തിന്നാൽ എൻ്റെ അമ്മ എന്നെ വെറുതെ വിടത്തില്ല, ഒരു 5-6 തീറ്റിച്ചിട്ടേ വിടത്തുള്ളൂ. ഇന്ന് തന്നെ ആണെങ്കിൽ അപ്പു ജോലിക്ക് പോയില്ല, അവനൊരു ലീവ് വേണ്ടെന്ന് പറഞ്ഞാൽ അവൻ സ്വന്തമായിട്ട് അങ്ങ് ലീവ് എടുത്തിന്ന്. അത് കാരണം അപ്പൂപ്പൻ്റെ കൂടെ ചൂണ്ടയിടാൻ സഹായിക്കുവാണേ. ഒന്നും കിട്ടിയൊന്നുമില്ല, എന്താണെന്ന് അറിഞ്ഞൂടോ. ഒത്തിരി മീനുണ്ട് തോട്ടിൽ, പക്ഷെ ഒന്നിനും കിട്ടുന്നില്ലായിരുന്നു. അപ്പൂപ്പനാണെങ്കിൽ മറ്റേ കൊഞ്ച് അല്ലെങ്കിൽ ചെമ്മീൻ ഇട്ടിട്ടാണ്, അല്ലെങ്കിൽ വിരയൊക്കെ ഇട്ടിട്ടാണ് പിടിക്കുന്നത്. വെറുതെ കൊഞ്ച് പോകുന്നതല്ലാതെ ഒരു മീനെ പോലും കിട്ടുന്നില്ലായിരുന്നു. ടിപ്പുവിനെ പിന്നെ അരിച്ചമ്മ മൂത്രം ഒഴിക്കാൻ വേണ്ടി ഇതേപോലെ കൊണ്ട് തെങ്ങിൻ്റെ ചോട്ടിൽ കൊണ്ട് കെട്ടിയതാണ് ഈ കാണുന്നത്. രണ്ടുപേരെ ഒന്നിച്ച് അരിച്ചു വിടും, പക്ഷെ ടിപ്പുവിനെ ആണെങ്കിൽ തൊടലിലേ ഇടത്തുള്ളൂ, അല്ലെ അവൻ ഇറങ്ങി ഒരു ഒറ്റ ഓട്ടം ഓടും. ലീസ പിന്നെ നമ്മളിങ്ങനെ കുഞ്ഞിലോട്ട് അരിച്ചു വിട്ടിങ്ങനെ ശീലിപ്പിച്ചത് കാരണം ഇതിപ്പോൾ അമ്മ വടിയും കൊണ്ട് നിൽക്കുന്നതുകൊണ്ട് അച്ചാമ്മയുടെ അടുത്ത് ഒളിച്ച് നിൽക്കുവാണ് അടി കിട്ടാതിരിക്കാൻ വേണ്ടി. ഇപ്പോൾ അച്ഛയുടെ മടിയിലോട്ട് അവൾ കയറും. ഭയങ്കര കുറുമ്പിയാണ് കേട്ടോ. കുഞ്ഞിലെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ്, ഒരു സെക്കൻഡ് ഇയറിലാണെന്ന് തോന്നുന്നു, അല്ല ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ കൊണ്ടുവന്നേ അവളെ. കോളേജിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നേ, ട്രെയിനിനകത്ത് കൊണ്ടുവന്ന്. പക്ഷെ അന്ന് ഭയങ്കര പാവമായത് കാരണം എടുത്തിട്ട് വന്നേ, പക്ഷെ ഇവിടെ വന്നപ്പോൾ ഭയങ്കര കുറുമ്പിയാണ് അവൾ. ഇന്ന് പിന്നെ വീട്ടിൽ ചീനി മീൻസ് കപ്പയാണ്, കപ്പ അതേപോലെ മീൻകറിയൊക്കെയാണ് സ്പെഷ്യൽ. അമ്മ പിന്നെ മീൻ വെട്ടുന്നതുകൊണ്ട് എന്നോട് മീൻകറി വെക്കാൻ പറഞ്ഞു. ഞാൻ അപ്പോൾ മീൻകറിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ വാളയാണ് നമുക്കിന്ന് കിട്ടിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മീൻ വറുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. സത്യം പറഞ്ഞാൽ അമ്മ +1 പഠിക്കുമ്പോൾ ഗൾഫിൽ നിന്നപ്പോൾ എനിക്ക് മീൻകറി വെക്കാനേ അറിയത്തില്ല. ഇവിടെ ഒഴിച്ച് അങ്ങ് വരെ പോകുമായിരുന്നു. പിന്നെ ഇപ്പം ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അമ്മ വെക്കേഷന് പോയപ്പോൾ ഞാൻ നന്നായിട്ട് മീൻകറിയൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചേ. പിന്നെ മീൻ വറുത്തതുണ്ടായിരുന്നു, നല്ല പുട്ടുപോലെ ഈ മീൻ വേവും, നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതേപോലെ തന്നെ കപ്പ ഉണ്ടായിരുന്നു, കുറച്ച് ആപ്പിളൊക്കെ കട്ട് ചെയ്ത് ഇതേപോലെ കഴിച്ചായിരുന്നു കേട്ടോ ഞാൻ. അത് കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ ചോറുണ്ണാനായിട്ട് വിളിച്ചു. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ മീൻകറി. പിന്നെ ഞങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ ഞാനും അമ്മയും അനിയനും മാത്രമേ ഉള്ളൂ ഇപ്പോൾ വീട്ടിൽ, അച്ഛൻ ഗൾഫിലാണ്. ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ നാടൻ ഫുഡാണ് കൂടുതലിഷ്ടം, മന്തിയോടൊന്നും എനിക്ക് താല്പര്യമില്ല. പിന്നെ ഞാനൊരു മടിച്ചായത് കാരണം തന്നെ അമ്മ എനിക്ക് ഈ ഒരു ജോലി എനിക്ക് തന്നു കേട്ടോ. അത് 8ന്റെ പണിയായിരുന്നു, മടക്കി ഞാൻ മടുത്തു. എനിക്ക് ഇങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ്. ഇതിപ്പോൾ അമ്മ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ഒന്നും ചെയ്യത്തില്ല, പക്ഷെ അമ്മ ഇല്ലെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും കേട്ടോ. അതാണ് എൻ്റെ ഒരു പ്രശ്നം. ഒരു വകയും ചെയ്യത്തില്ലെന്നുള്ള അമ്മയുടെ പരാതി മാറ്റാൻ ഞാൻ വൈകിട്ട് ചായയും പാലൊക്കെ ഇട്ടു. പിന്നെ അതേപോലെ നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വെച്ചു. പിന്നെ നമുക്കൊക്കെ ഇതൊക്കെയാണല്ലോ ഇച്ചിരി കഴിവ് കൂടിയ കാര്യങ്ങൾ. ചുമ്മാ അതാണ് നൂഡിൽസ് ഇരിപ്പുള്ളതുകൊണ്ട് ഞാൻ കരുതി എന്നാൽ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് കരുതി. പക്ഷെ ഇത് യിപ്പി അല്ലായിരുന്നു കേട്ടോ, മറ്റേ
ഒരു വേറൊരു നൂഡിൽസ് ആയിരുന്നു. എനിക്കാണെങ്കിൽ ഇതിൻ്റെ ഫ്ലേവർ ഒട്ടും ഇഷ്ടപ്പെട്ടതേ ഇല്ല, ഒരു ടേസ്റ്റ് ഇല്ലാത്തൊരു നൂഡിൽസ് ആയിപ്പോയി. അതേപോലെ തന്നെ നൂഡിൽസും ബൂസ്റ്റും ആണ് കഴിച്ചത്. എനിക്ക് ചായ ഒന്നും വലിയ താല്പര്യമേ ഇല്ല, തലവേദന എടുക്കുവാണെങ്കിൽ മാത്രം കഴിക്കും കേട്ടോ. പിന്നെ ഞാനാണല്ലോ ഇതെല്ലാം ചെയ്തത്, അത് കാരണം പാത്രം മര്യാദയ്ക്ക് കഴുകി വെച്ചോണമെന്ന് അമ്മ പറഞ്ഞ്. അത് കാരണം പിന്നെ എന്താ വേറെ നിവർത്തിയില്ലാതെ ഇതെല്ലാം കഴുകി വെച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഈ ചെടിയാണ് ഇവിടുത്തെ സ്പെഷ്യലെന്ന്. ഈ ചെടി വിരിയാൻ വേണ്ടി ഞങ്ങളെല്ലാം ഇങ്ങനെ കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും വന്നിങ്ങനെ നോക്കുക. ഫ്രീ ആയപ്പോൾ പിന്നെ ചോറൊക്കെ ഉണ്ട് കേട്ടോ. കുറേ മണിക്കൂർ ഇതിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരുന്നിട്ടാണ് ഈ പൂ വിരിയുന്നൊന്നും എടുത്തത്. നല്ല ഭംഗിയില്ല കാണാൻ. പിന്നെ ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഇതിനകത്ത് കുറേ തെറ്റുകുറ്റങ്ങളൊക്കെ കാണാം, അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.